മലയാളികളുടെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ട് ഗായകൻ ആദിൽ അത്തുവും അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് നമ്മുടെ താൽ ബോയ്സ് ടോക്കിലെ ഇന്നത്തെ അതിഥികൾ. മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ രംഗത്തേക്ക്, കാരണം മാപ്പിളപ്പാട്ടിൽ ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു 5 പേരെടുത്താൽ അതിലൊരാൾ താങ്കളാണ്. ഏറെ ഒരുപാട് നമ്മുടെ ചാനലുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഗൾഫ് ഷോ ആയിക്കോട്ടെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ രംഗത്തേക്കുള്ള കടന്നു വരവ് എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്ത് അതിലേക്ക് വന്നോ? ശാസ്ത്രീയമായ പഠനം ഉണ്ടായിരുന്നോ? രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉപ്പയോ ഉമ്മയോ ഈ രംഗത്ത് ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അതിൻ്റെ ഒരു? തീർച്ചയായും ഏതിനും നമുക്കൊരു ഉത്ഭവം ഉണ്ടാവും. മദ്രസ സ്കൂൾ തലങ്ങളിലെ കൂടിയിട്ടാണ് 10 വയസ്സ് മുതൽ ഈ കലാരംഗത്ത് സജീവമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഉപ്പയും ഉമ്മയും പാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പാടുമെന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ അവർ എൻ്റെ ചെറുപ്പം പ്രായത്തിൽ മരിച്ചവരാണ്. ഉമ്മയൊക്കെ ചെറിയൊരു ഇതില്ലതാണ്. പക്ഷെ എങ്കിലും എങ്ങനെയെന്നറിയില്ല, ഈ പാട്ട് മദ്രസകളിൽ ഉസ്താദന്മാരും അതേപോലെ സ്കൂളിൽ മാഷന്മാരൊക്കെ പാട്ട് പഠിപ്പിച്ച് പാടിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. ഇത് ഞാനിങ്ങനെ ഒന്ന് അവർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പാടുന്നു എന്ന് പറയുന്നു. അത് പാട്ട് തന്നെ ഒന്നുമില്ല, അറിയില്ലായിരുന്നു. പക്ഷേ പാടി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കൈയടിക്കുമ്പോഴാണെന്നല്ലോ നമുക്കറിയാം എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. അതിന് അന്നത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനാവണം എന്നുള്ളത്. ഇടയ്ക്ക് പഠനകാലത്ത് നമ്മുടെ സ്കൂളിൻ്റെ സംസ്ഥാന തലത്തിലൊക്കെ ഞാൻ തിരൂർ മത്സരിക്കുന്നതിൽ ഞാൻ മാപ്പിളപ്പാട്ടിന് പങ്കെടുത്തിട്ടുണ്ട്. തുടർന്ന് എങ്ങനെയായിരുന്നു ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു? ഞാൻ സംഗീതം ഒന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. അതിന് സുഹൃത്തുക്കള് നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ഉള്ളത്. ഇപ്പോൾ പാട്ട് ഫീൽഡിലുള്ള കുറേ സുഹൃത്തുക്കൾ അവരറിയുന്ന ചില അറിവുകൾ പറഞ്ഞു തരും. അത് മനസ്സിലാക്കി അതുമായി പെരുമാറലാണ്. പിന്നീട് എൻ്റെ ഈ ഗുരുക്കന്മാർ പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ ഗുരുക്കന്മാരുണ്ടാവും നമുക്ക്. ചിലപ്പോൾ ഒരാളെ പേര് പറയുമ്പോൾ നമുക്കത് വിട്ടുപോകാം. പക്ഷെ എങ്കിലും നമുക്ക് ആ സമയത്ത് സന്ദർഭത്തിൽ വരുന്ന ആളുടെ പേര് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് കുറവാണ്. തീർച്ചയായും എൻ്റെ നാട്ടിലുള്ള ഒരു മുസ്തഫ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഗായകരാണ് ആദ്യം ഒരു ദഫ് പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത്. അവിടുന്ന് ഈ തൈക്കടപ്പുറം ഫ്രൈഡേ, നീലേശ്വരം തൈക്കടപ്പുറം ഫ്രൈഡേ എന്ന് പറഞ്ഞ ടീമിൽ ഞാൻ പാടാൻ പോകുന്നത്. അവിടെ നിന്ന് ഇബ്രാഹിം ബിരിച്ചർ എന്ന കലാകാരൻ ഇന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തുമായി അവിടെ നിന്ന് ആ ടീമിൽ നിന്നും അസീസ് തൈനിയിലേക്ക് എത്തുന്നു. പുലിക്കുന്ന അസീസ്, അതേപോലെ ഇവരൊക്കെ ഈ അന്ന് ഈ ഡെഡിക്കേഷൻ, അതായത് നമ്മൾ ഈ താരാട്ട് പാട്ടുകൾ, ഈ കല്യാണ പാട്ടുകളൊക്കെ ചെയ്യുന്ന ഗുരുക്കന്മാരായിരുന്നു. അങ്ങനെയായിരുന്നു. ഒരു കല്യാണം നമ്മുടെ കാസർഗോഡ് ജില്ലേനെ അപേക്ഷിച്ചിട്ട് കാസർഗോഡ് ജില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കാറ്റഗറി പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മളെ അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ, നമ്മളിവിടുത്തെ ജനങ്ങളായിക്കോട്ടെ, ഏതിനും അവർ മുൻപന്തിയിലുണ്ടാവും. ഇപ്പം നമ്മുടെ ഒരു ആഘോഷം നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റർ കുട്ടി ജനിച്ചാൽ ആ കുട്ടിൻ്റെ ബർത്ത്ഡേ, ആ കുട്ടിയുടെ എന്ത് ചടങ്ങാവട്ടെ അതിലേക്കൊക്കെ ഈ പാട്ടുകൾ അപ്പം അങ്ങനെ ഈ പാട്ടും കാസർഗോഡായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ ഈ ഉയർച്ച വന്നതും നമ്മളെ നാട്ടുകാരുടെ സഹകരണമാണ് ഏറ്റവും അധികം നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നല്ല സപ്പോർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് മോളിലേക്ക് പോവാം. മോള് ഇപ്പോൾ 8ാം ക്ലാസ് പഠിക്കുന്നു ഇല്ലേ? മോള് ഗായികയാണ്. ഒപ്പം എൻ്റെ അറിവ് പ്രകാരം നമ്മുടെ ഭരതനാട്യത്തിലും അല്ലേ ഇതിലൊക്കെ കൈവച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഈ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിൽ ഗുരു എന്ന് ഉപ്പ തന്നെയായിരിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞൂടാ, പക്ഷെ ചിലതൊക്കെ സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ സഹപ്രവർത്തി ഇപ്പോൾ കനകപ്രിയ എന്ന് പറയുന്ന ഗായികയുണ്ട്. കനകപ്രിയ പാട്ട് പഠിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ധാരാളം കലാദർപ്പണയിൽ പഠിപ്പിക്കുന്നുള്ളത്, ഇപ്പോൾ പാട്ട് പഠിപ്പിക്കുന്നുള്ളത്. പിന്നെ അവിടെയുള്ള രാജ ടീച്ചർ അവർ ഡാൻസ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ എങ്ങനെയാണ് ഈ കഴിവുകളെല്ലാം അവിടെ പ്രദർശിപ്പിക്കാറില്ലേ? വിന്യസാവാറില്ലേ? അതെ, സ്കൂളാണ് സപ്പോർട്ട്. ഫാദർ ഇതൊക്കെ എല്ലാ ടീച്ചേഴ്സ് നമുക്ക് മോനിലേക്ക് വന്നാലേ പറയും. സഹ്റാൻ പറഞ്ഞോളൂ. ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നത് 3ാം ക്ലാസ്സിൽ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കീബോർഡും പിന്നെ ഡ്രമ്മും. ഓക്കെ. ഒപ്പം പാടില്ലേ? പാടൂല്ലേ? പാടും ഇല്ലേ? ഓക്കെ. അതിൽ പാടി അതിലും ഇവളും തൻസീർ കുത്രമേന താൽ ബോയ്സിന്റെ നമ്മുടെ ശരിക്കും പറഞ്ഞാല് നമുക്കൊരു ഗ്യാപ്പിൽ നമ്മൾ ഈ ചാനലിനൊക്കെ വിട്ടുമാറിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ ഫില്ല് ചെയ്തത് താൽ ബോയ്സ് ആയിരുന്നു. തൻസീറിന്റെ
കുഞ്ഞുമങ്ങളെ കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുഞ്ഞുമങ്ങളെ കല്യാണം മുതൽ ഇപ്പോൾ കഴിഞ്ഞ എല്ലാ കല്യാണത്തിലും ഞാനും മക്കളൊക്കെ അതിലുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം പറയാനുള്ളത് ഇവരെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ എഴുതിയാണ് പാട്ട് ഉപ്പ ഉപ്പ എന്നോടാണോ ഉമ്മാനോട്, ആ പാട്ട്. ഈ പാട്ട് തൻസീറിന്റെ കൂടെ ഇവരാണ് പാടിയത്. നമ്മൾ ഈ സ്റ്റുഡിയോയിൽ നിന്നാണ് ആ പാട്ട് പിറന്നത്. എനിക്ക് തോന്നുന്നത് താങ്കളിപ്പോ ഗൾഫിലായാലും അല്ലെങ്കിൽ നമ്മുടെ വിധുപ്രത ഉൾപ്പെടെ പലരുടെ കൂടെയും ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് ഷോ ഉൾപ്പെടെ. ഈ നമ്മുടെ തൻസീർ കൂത്തുപറമ്പായിട്ടുള്ള ആ വർക്കിനെ കുറിച്ചുള്ള ഒന്ന്. തൻസീർ കൂത്തുപറമ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ മെയിൻ സംഭവം പറഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ റിലേഷനൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കലാകാരനാണ് താജുക്ക. ഈ താജുക്ക എനിക്ക് ഒക്കെ ഈ തൻസീർ എന്ന് പറയുന്നത് നമ്മളെ അനിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. അതായത് ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ല ഗായകന്മാരായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഞങ്ങൾ കണ്ടില്ല. നമ്മളൊരു അനിയനായിട്ട് നമ്മൾ അവൻ്റെ കുറെ കുസൃതികൾ കിട്ടും, അവൻ്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കും. ഞാൻ താജുക്കൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ താജുക്ക നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു നമ്മളെ മോനെ കുസൃതി കളിക്കുന്നത് അല്ലെങ്കിൽ ഒരു അനിയൻ കുസൃതി കളിക്കുന്നത് അതേപോലെയുള്ള കാര്യങ്ങളാണ്. അവൻ്റെ എന്ത് കാര്യങ്ങളും നമ്മൾ ചിരിക്കും, പക്ഷെ അതെല്ലാം കാര്യങ്ങളായിരിക്കും. നമ്മൾ ചിരിച്ചാലും അത് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് ആ വർക്ക് ചെയ്ത് അത് വൃത്തിക്കത് എത്ര സമയം എടുത്താലും ആ വർക്ക് തീരുന്നവരെ അവൻ അതിൽ തന്നെ ഉണ്ടാവും. ഡെഡിക്കേഷനാണ്. ഓക്കെ, താങ്കളെ കുറിച്ച് നമ്മളൊരു ചർച്ച വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്കൾ കേരളം മുഴുവൻ സ്വീകരിക്കപ്പെട്ട ഒരു ഇതായിരുന്നു നമ്മുടെ കൈലളിയുടെ പട്ടുറുമാല. ഒരു 6 വർഷം താങ്കൾ അതിലൊരു നിറസാന്നിധ്യമായിരുന്നു. അതിനെ കുറിച്ചിട്ട് പട്ടുറുമാൽ എന്ന് പറയുന്നത് എനിക്കത് വീണ് കിട്ടിയത് തന്നെയാണ്. നമ്മുടെ ഫൈസൽ മാഷ് അല്ലെ ജഡ്ജസ്, ഫൈസൽ മാഷ് എന്ന് പറയുന്നത് മാഷിൻ്റെ പ്രോഗ്രാമൊക്കെ നമ്മൾ പോവാറുണ്ട്. ഞാൻ പിന്നീട് അറിയുന്നത് മാഷാണ് അതിലെ ജഡ്ജസ് ഒക്കെ. അപ്പോൾ മാഷിനോട് ഞാനൊരു അതിൽ മത്സരിക്കാൻ പറ്റുമോ എന്ന് നിൽക്കുമ്പോൾ ഇതിൽ 18 ആളായി. ഫസ്റ്റത്തെ മത്സരം 18 ആളായി. അപ്പോൾ അതിൽ മത്സരമൊന്നുമില്ല. ഞാൻ ഒരു പാട്ടിന് അവസരം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതേ പട്ടുറുമാൽ സിംഗേഴ്സിനെ വെച്ചിട്ട് നിലാവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നിലാവ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ജ്യോതി വെള്ളല്ലൂരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം, സംസാരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഒരു പാട്ടിന് പോയതാണ്, പക്ഷേ എനിക്ക് ധാരാളം പാട്ടുകൾ അവിടെ നിന്ന് പാടാൻ അവസരം കിട്ടുകയും അതിൻ്റെ വിജയം എന്നോണം അടുത്ത പട്ടുറുമാലിലേക്ക് എന്നെ വിളിക്കുകയും അതിൽ ഗസ്റ്റായിട്ടാണ് ഉണ്ടായത്. അതിനുശേഷം കുറേ ജില്ലകളെ ടീം മത്സരം ഉണ്ടായിരുന്നു, അതിൽ ഞാൻ അവരെ ലീഡറായിട്ടുണ്ടായിരുന്നു. പിന്നീട് ക്യാമ്പസ് പട്ടുറുമാറിൽ ഞാൻ താജുക്കയും സെലിബ്രിറ്റി ജഡ്ജായിട്ടും അത് കഴിഞ്ഞിട്ട് ഗ്രൂമിറ്റും പിന്നെ അത് ലാസ്റ്റ് ഡാൻസ് ഫിഷ് എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനമാണ് നമ്മളെ ടീമിന് നേടിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സാദിഖ് സാക്കിയായിരുന്നു, തലശ്ശേരി, നമ്മുടെ ഡാൻസർ സിംഗറും കൂടിയാണ്. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്കും കടപ്പാട് ജ്യോതി സാറോടും അതേപോലെ പിന്നെ ഫൈസൽ മാഷോടും പിന്നെ പീറ്റർ സാറ്, അങ്ങനെ പറഞ്ഞാൽ ധാരാളം പിന്നെ സാറന്മാർ അവിടെ കൈരളിയിലുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ല പിന്തുണയായിരുന്നു. അതായിരിക്കും ചിലപ്പോൾ എൻ്റെ ഒരു വഴിത്തിരിവായിട്ട് വന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ജീവിച്ചത് SS ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ അസീസ് തൈനേരിയുടെ സ്റ്റുഡിയോയിലായിരുന്നു. ഞാൻ കുറേ വർഷക്കാലം ഞാൻ ശരിക്കും എൻ്റെ ഒരു ശരിയായ സമയം ഞാൻ അസീസ് ഖാനതിലൊക്കെ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ സ്റ്റേജിൽ പാടുന്നുള്ളത്. വീണ്ടും വരാം. നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നമ്മുടെ തൻസീർ കൂത്തുപറമ്പിൻ്റെ ഒരു പാട്ട് കൂടെ പാടിയത്, അതിലെ വരികൾ നമുക്കൊന്ന്. ഉപ്പ ഉപ്പ എന്നോടാണോ ഉമ്മാനോടോ ഇഷ്ടം, എൻ്റെ ബാപ്പ ചൊല്ലിടണം ഉള്ളിലുള്ളൊരിഷ്ടം, പൊന്നുമോളെ എന്തിനാണ് ഉപ്പാനോട് ചോദ്യം, നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉമ്മാനോട് സ്നേഹം. എൻ്റെ ബാപ്പ പൊന്നു ബാപ്പ ഈ കനിമോനെ മറന്നോ, ബാപ്പയുടെ ചക്കരക്കുട്ട നിന്റെ ഇത്താനേക്കാളേറെ ഇഷ്ടം. ഉപ്പ ഉപ്പ എന്നോടാണോ ഉമ്മാനോടോ ഇഷ്ടം, എൻ്റെ ബാപ്പ ചൊല്ലിടണം ഉള്ളിലുള്ളൊരിഷ്ടം. ഒരുപാട് പേര് ഒരുപാട് ലൈക്ക് കിട്ടിയൊരു ഇതാണ് ഈ പാട്ട്, ഒരുപാട് പേർക്ക്. തീർച്ചയായിട്ടും. ഒപ്പം അതിലുള്ള ഒരു മറ്റൊരു താങ്കളാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ഈ രംഗത്ത് കൈവച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് എഴുത്തുകാരനാവാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ഇരുന്നാൽ എനിക്ക് എഴുതാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം ഇവിടെയുള്ള നമ്മളിപ്പോൾ ഒരു ദിവസം 10 പാട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 പാട്ട് എഴുതുന്നത് ഞാനാണ്. അതിലെ കുറേ പാട്ടുകളൊക്കെ ചിലവർ മൂളി പാടുന്നുമുണ്ട്. ഇപ്പം ഞാൻ എഴുതിയൊരു വരിയുണ്ട് ഈ താരാട്ട് പാട്ടിനൊക്കെ എഴുതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദിലിൻ്റെ പൂമോനല്ലേ, ബാപ്പാൻ്റെ ഇഷ്ട കിളിമോനല്ലേ, ആദിൽ സഹ്റാൻ കനിമോനല്ലേ, സാഹിറ ഉമ്മാൻ്റെ പൊന്നിധിയല്ലേ,
ഇന്നാണ് തൊട്ടിയിൽ കെട്ടണ നാള്, കൂട്ട് കുടുംബങ്ങളെത്തണ നാള്, ഷാർജയിൽ നിന്നും ബാപ്പ ഫോൺ വിളിക്ക, അങ്ങനെ പറഞ്ഞിട്ട് ആ ഫാമിലിന്റെ ഒരു അറ്റാച്ചുള്ള കാര്യങ്ങളാണ്. അത് ശരിക്കും ഒന്ന് പുറത്തേക്ക് എത്തിച്ചത് മോളാണ്. കാരണം സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ആയിട്ട് മോൾക്ക് ധാരാളം ഇപ്പോഴും ആ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കവികൾ ധാരാളം ഉണ്ട്. നമ്മൾ ആ വരികൾ ഇല്ലാതാവുമ്പോൾ നമ്മൾ തപ്പാൻ പോകും. അതിനിടയിൽ ഒരു വ്യക്തിപരമായിട്ടൊരു ചോദ്യം, നമുക്ക് കുടുംബകാര്യങ്ങളും ഒക്കെ പറയുന്നതിന് കൂടെ ഈ ആദിൽ അത്തു എന്നൊരു പേര് സത്യത്തിൽ ഇത് തന്നെയായിരുന്നു പേര്? അല്ല, അതായത് ഫസ്റ്റ് എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അപ്പോൾ എൻ്റെ ഈ പേര് ശരിക്കും ഞാൻ 2004 പ്യാർ സജന എന്ന് പറഞ്ഞ ആൽബം ചെയ്തിരുന്നു. പ്യാർ സജന എന്ന് പറഞ്ഞ ആൽബം അത് ഫുൾ ഞാൻ തന്നെയാണ് അഭിനയിച്ചത്. അന്ന് അങ്ങനെയാണല്ലോ, നമ്മളെ ഫോട്ടോ വരണം, നമ്മളെ ഫ്രണ്ടിൽ വലിയ ഫോട്ടോ നമ്മളതായിരിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു കാസറ്റിന്റെ പുറത്ത് ഒരു ഫോട്ടോ വന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അന്ന് കഷ്ടപ്പാടാണ്. കാരണം നമുക്ക് ഒരു ട്രാക്കിൽ ഒരു ഓർക്കസ്ട്രയിൽ പാടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമുള്ള സമയമായിരുന്നു. ആ സമയങ്ങളൊക്കെ ഈ ഒരു പ്യാർ സജന ആൽബം DJ ബാബ എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോട് തന്നെയാണ്, നീലേശ്വരത്ത് കല്യാണം കഴിച്ചാണ്, അദ്ദേഹമാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാട്ട് ഈ ആൽബം ഇറക്കിയത് ടൈം പാസ് ഓഡിയോസും ഷമീർ, അതേപോലെ സ്പീഡ് ഓഡിയോസ് റഷീദ് ഖാൻ. ഇത് റഷീദ് ഖാൻ അടുത്തേക്ക് എത്തിയപ്പോഴാണ് പയ്യൻ മോശമില്ല, നല്ലതുണ്ട്, ചെക്കൻ്റെ പേരെന്താ പറഞ്ഞാൽ അബ്ദുള്ള, ഇത് വലിയൊരു പേരായിപ്പോയല്ലോ, ഒരു ചെറിയൊരു പേര്, ഒരു മൈക്കിൾ ജാക്സൺ എന്ന് പറയും പോലെ ഒരാളാവണമെന്ന് ഋഷി കുറച്ച് കോമഡിയും നല്ല കമ്പനിയാണ്, എന്നോട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഋഷി പറഞ്ഞു നമുക്ക് അത്തു, അപ്പം എന്നെ ഈ അബ്ദുള്ള ആയതുകൊണ്ട് ഷോർട്ട് അത്തു എന്ന് വിളിക്കാറുണ്ട്. എനിക്ക് ഇബ്രാഹിം ബീരിച്ചേരി, ഞാൻ പറഞ്ഞ എൻ്റെ ഗുരുനാഥനാണ്, ആ അത്തു എന്ന് ചെറുപ്രായത്തിൽ 10 വയസ്സ് മുതലേ അത്തു എന്ന് എന്നെ വിളിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ആദിൽ എന്ന് പറയുന്ന, ആദിൽ എന്ന് പറഞ്ഞാൽ ആദിൽ നീതിമാൻ, അതായത് എൻ്റെ വർക്കിൽ ഞാൻ നീതി കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ആയിരിക്കും കണ്ടത്, അയാളുടെ കൃത്യമായുള്ള സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹം ക്ലിയറായി പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദിൽ അത്തു എന്നാണ് കൊടുക്കുക. എൻ്റെ പാട്ട് ആൽബിറങ്ങിയിട്ടാകുമ്പോൾ എല്ലാവരും എന്നെ കണ്ടിട്ട് മനസ്സിലായി, പേരെവിടെയും പരിധി കാണുന്നില്ല, ഇത് എന്താണ് ആളെ പേരെന്താണെന്ന് അറിയണ്ടേ. പിന്നീട് ഞാൻ എല്ലാവരും പറയും അബ്ദുള്ള എന്ന ആദില്ലത്തു, അബ്ദുള്ള എന്ന ആദില്ലത്തു, അത്തു ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായി. കുറെ ആൾ ഇൻസൾട്ട് ചെയ്യും, ധാരാളം ഇൻസൾട്ടുകൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ആ പേര് മാറ്റിയതിൽ. പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് എടുത്തു. എനിക്ക് അതുകൊണ്ട് ആ പേരിൽ എനിക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ റെക്കോർഡിക്കൽ പേര് അബ്ദുള്ള തന്നെയാണ്. പക്ഷെ എന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നത് ആദിൽ അത്തു എന്ന് പറയുന്ന പേരിലാണ്. അപ്പൊ അതിൽ എന്ത് വിളിച്ചാലും എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പോഴും ഈ പട്ടുമാല് പോലെ തന്നെ മറ്റു ചാനലുകളിലും ഉണ്ടായിരുന്നു, മീഡിയ 14 അതും നമ്മുടെ പട്ടുമാല ജ്യോതി സാർ തന്നെയായിരുന്നു അത് ചെയ്തതും. അപ്പൊ അതില് ഷാൻഖാന്റെ കൂടെ ഷാൻ റഹ്മാൻ, അതുപോലെ രഹനത്ത എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയിൽ പെട്ട ഒരാൾ തന്നെയാണ് രഹനത്ത. അപ്പോൾ രഹനത്ത നല്ല സപ്പോർട്ടാണ്. നമുക്കിപ്പോൾ ഒരു സ്റ്റേജിൽ നമുക്ക് പാടാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് രഹനത്ത ഇങ്ങനെ പാടും, രഹനത്ത നമുക്ക് ധൈര്യം തരും. രഹനത്ത അവിടെ കുട്ടിയായിട്ട് നമ്മളെ വലിയ ആളാക്കിയിട്ട് അവിടെ അത് രഹനത്താൻ്റെ ഒരു പ്ലസ് പോയിന്റ്. അതേപോലെ ഫസീൽ താത്ത ആയിക്കോട്ടെ, അതേപോലെ സിന്ധു പ്രേംകുമാർ, ഇവരൊക്കെ നമുക്ക് അന്ന് തന്നൊരു സപ്പോർട്ട്. ഇപ്പൊ നമുക്ക് ധൈര്യത്തിൽ അവരെ മുന്നിൽ കയറിയിട്ട് എന്ത് മൈക്കെടുത്തിട്ട് കയറി എന്തും പാടാം എന്നുള്ള ഒരു ധൈര്യം തന്നത് അവരൊക്കെ ആയിരുന്നു. അങ്ങനെ ധാരാളം സിംഗേഴ്സ്, എത്രയോ പാട്ട്. എനിക്ക് എല്ലാവരും തുല്യരാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ്. ഞാൻ പിന്നെ എന്ത് വളർച്ചയിലെ ആളെ കണ്ടാലും എനിക്ക് നമ്മളത് അംഗീകരിക്കാം. നമ്മൾ താഴേക്ക് പോകണ്ട. നമ്മൾ ഒരാളെ കഴിവിനെ നമ്മൾ പ്രശംസിക്കുക. അവർ നല്ലതാണ് നല്ലത് തന്നെ പറയണം. തീർച്ചയായിട്ടും നല്ലതാണ് നല്ലതെന്ന് പറയാം. ഒരാളെ പാട്ട് കണ്ടു മോശമായില്ലെങ്കിൽ മോശം ഒന്നും നമ്മൾ പറയണ്ട. പക്ഷെ നമ്മൾ എപ്പം ഒരിക്കൽ കിട്ടുമ്പോൾ നന്നാക്കാമായിരുന്നു പറയാം. പക്ഷെ അത് ആളെ മുമ്പ് നമ്മൾ പറയാനും പാടില്ല. ചിലപ്പോൾ എൻ്റെ തെറ്റുണ്ടാവും. അതുപോലെ അങ്ങനെ ആയിരിക്കണം എന്നോട് പെരുമാറുന്നവർ. പക്ഷെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയിൽ കൂടി പോകേണ്ട ഒരു ഫീൽഡാണ്. ഒന്ന് വളഞ്ഞു പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോയാൽ പോകുന്നത്. പക്ഷെ പരമാവധി ശ്രമിക്കാറുണ്ട്, ശ്രദ്ധിച്ച് പോവാറുണ്ട്. നമ്മുടെ ഈ ഇതുപോലെ തന്നെ ഒരുപാട് ഗൾഫ് ഷോകൾ അല്ലേ? അപ്പൊ എനിക്ക് മമ്മൂട്ടിയുടെ ഉൾപ്പെടെയുള്ള ഷോയിലൊക്കെ താങ്കൾ ഒരു വലിയൊരു ഗായകനായിട്ട് തന്നെ ആ റോൾ തന്നെ. ഞാൻ ഗൾഫ് ഷോ ഫസ്റ്റ് പോകുന്നത് 2001 2001 ഞാൻ ഇന്നലെയും കൂടി ആൽബങ്ങൾ ഞാൻ നോക്കിയിരുന്നു. കാരണം അതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അത് അന്ന് പിന്നെ ഞാൻ എന്നെ കൊണ്ടുവന്ന അസീസ് തൈനേരി, അതേപോലെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം
അതല്ലേ ആ പാട്ട് പാടിയ ചാവക്കാട് റഹ്മാൻക, അവരുടെ വൈഫ് ആബിദ റഹ്മാൻ, മകൾ സരിത റഹ്മാൻ, അവർ നല്ലൊരു സിംഗറാണ്. അവരുണ്ടായിരുന്നു. അതുകൂടെ സാജു കൊടിയൻ, മാർട്ടിൻ, പിന്നെ ഛായ ഗോവിന്ദ് സീരിയലിലുള്ള അവർ, പിന്നെ ജുംബ സിസ്റ്റേഴ്സിലെ ഡാൻസ് ടീമുകൾ, നമ്മൾ ഇന്നത്തെ അൻവർ സാദത്ത്, നമ്മുടെ സിനിമയിൽ കത്തി തിളങ്ങുന്ന അൻവർ സാദത്തും ഞാനും നമ്മളുണ്ടായ ഒരു വേദിയാണ്. ഞങ്ങൾ റൂമിൽ കഴിഞ്ഞവരാണ്. നമുക്ക് 8 ഷോ ഉണ്ടായി, 24 ദിവസം നമ്മൾ ഈ ഒരുമിച്ച് കഴിഞ്ഞ ആളാണ് അൻവർ സാദത്ത്. അപ്പോൾ എടാ പോടാ എന്ന് പോലും വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നു അൻവർ സാദത്തായിട്ട്. ഇപ്പോഴും വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കുള്ളൂ, അതാ അങ്ങനെ വിളിക്കുള്ളൂ. ഒരു അതായത് ഈ നമ്മളെ കലാകാരന്മാർക്ക് അവരെ ഞാൻ ചിലപ്പോൾ ഒരു ടഫാന്ന് ആൾക്കാരെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമുക്ക് സ്മൂത്താണ്. നമ്മുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. അതിലൊക്കെ പെട്ട ആൾക്കാരാണ് ഷാൻഖാൻ, അതേപോലെ വിധു പ്രതാപ്, അഫ്സൽക്ക, ഇവരൊക്കെ നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവം. ഷെരീഫ് ക പിന്നെ നമ്മളെ തന്നെയാണ്, നമ്മളെ എപ്പോഴും ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണ് ഷെരീഫ് ഖാനുള്ളത്. പിന്നെ അത്യാവശ്യം കാണുന്നവരാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അഫ്സൽ ഖാൻ, ഇതേപോലെ ഇപ്പം അൻവർ സാദത്ത് ആയിക്കോട്ടെ, വിധു പ്രതാപ്, ഇതൊക്കെ ആയിക്കോട്ടെ. മമ്മൂക്കാൻ്റെ 2 ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഒരു ഖത്തറിലും ഒരു ബഹ്റൈൻ ഷോ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ മാധ്യമത്തിൻ്റെ പരിപാടിക്ക് മനോജ് കെ ജയൻ, പിന്നെ അതേപോലെ ഫ്രാങ്കോ, അങ്ങനെയുള്ള എല്ലാ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഗായകന്മാരെ കൂടെ പാടാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിനേക്കാൾ കൂടുതൽ ഗൾഫിലായിരിക്കും താങ്കളുടെ ഒരു പട്രുമാൽ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ കൂടിയിട്ട് ജനങ്ങൾ നമ്മളിപ്പോ നല്ലതാക്കണോ മോശമാക്കണോ എന്ന് നമ്മളെ ജനങ്ങൾ തന്നെയാണ്, നമ്മളെ ആസ്വാദകർ തന്നെയാണ്. അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് നമ്മൾ കൊടുത്താൽ തീർച്ചയായും അവർ സ്വീകരിക്കും. അതിന്റെ ഏറ്റവും തെളിവായിരുന്നു എല്ലാ മാസങ്ങളും പോകാൻ പറ്റുന്ന ഒരു ഇത് സമയം ഉണ്ടായിരുന്നു ലോക്ക്ഡൌണിന് മുമ്പൊക്കെ. നമുക്ക് എല്ലാ ഈ മാസം ഒരു പരിപാടി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മാസം തന്നെ 2 പേര് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതല്ല അവരോടുള്ള പെരുമാറ്റം, നമ്മളിപ്പോ ഒരു ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് ഇതിൽ നന്നായി ധാരാളം കലാകാരന്മാരെ കൊണ്ടുവന്ന് നടത്തുന്ന പരിപാടി നടത്തുന്ന സ്പോൺസറാണ്. അപ്പൊ ഈ സ്പോൺസർമാർക്ക് എന്ത് ചെയ്യണം? അപ്പൊ അവർക്ക് അത് അറിയും, അപ്പൊ പിന്നെ പ്രോഗ്രാം ഒരു ഉഷാറാക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഒരു പരിപാടി ഒതുങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് അടിച്ചു പൊളിക്കണം പരിപാടി എന്ന് പറഞ്ഞാണല്ലോ. ഇപ്പൊ ഗൾഫിൽ ഇപ്പൊ ഓൾറെഡി ഒരു ധാരാളം ആൾക്കാർ അവിടെ പരിപാടി കാണാൻ വരുന്നു. അവരൊക്കെ പല ജോലിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി ഒന്നൊരു റിലാക്സ് ആവേണ്ടി വരുമ്പോൾ അവരെ കരിപ്പിച്ചാൽ നടക്കുമോ? ഇല്ല, അവരെ സന്തോഷിപ്പിക്കുക തന്നെ വേണം. അപ്പൊ അതിന്റെ ഇത് നമ്മൾ പാടിക്കഴിഞ്ഞാൽ കൈയടിയിലെ കൂടി നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഓഡിയൻസിനെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഇവിടുത്തേതും നമ്മളവിടെ മലയാളികൾ തന്നെ രണ്ട് വ്യത്യാസമുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അങ്ങനെ കുറവായി പറയില്ല. എല്ലാത്തിനും ഇനിയിപ്പോ നമ്മൾ പാടെ പോയിട്ട് അറബി പാട്ട് പാടിയാലും കൈയടിക്കും. പക്ഷെ ഇവിടെ നിന്ന് ഒരു കൈ പാടിക്കഴിഞ്ഞാൽ പറഞ്ഞത് അറബി കണ്ട കൊല്ലുമായിരുന്നു പറയും. പക്ഷെ അത് രസത്തിന് പറയുന്നതാണ്. പക്ഷെ നാട്ടിലെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് അങ്ങോട്ടും സപ്പോർട്ട് കിട്ടില്ല. ആദ്യം നമ്മൾ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടാക്കണം, നാട്ടിലെ സപ്പോർട്ട് എന്തിനും പുറത്ത് സപ്പോർട്ട് ഉണ്ടാക്കണം. ഇതെല്ലാം സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഇവിടെ കൂടെ ഒരാൾ മാത്രം ഒഴിഞ്ഞു നിൽക്കുകയാണ്. രണ്ടാളുണ്ട്. ഭാര്യ ഇവിടെ ഇല്ല. അദ്ദേഹത്തെ കൂടി കുറിച്ച് പറയാതെ നമ്മൾ പോയാൽ ഭാര്യ എത്രത്തോളം സപ്പോർട്ടാണ്, എങ്ങനെയൊക്കെയാണ്? ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞ ഗുരുനാഥൻ ഇബ്രാഹിം പിരിച്ചയുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിന്റെ മകളാണ്. സാഹിറ എന്നാണ് പേര്. സാഹിറ നമ്മുടെ കല്യാണം കഴിഞ്ഞത് മുതൽ എൻ്റെ ജോലി ഇന്നതാന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയാണല്ലോ ജോലി. അപ്പം അത് മനസ്സിലാക്കി അത് പെരുമാറുന്ന ഒരാളാണ് വേണമെന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു അതിനെന്താ പ്രശ്നമുള്ളത്, നിങ്ങളൊരു ജോലിയല്ലായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ഈ സ്റ്റുഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും ഞാൻ പറയുമ്പോൾ എനിക്ക് പാട്ടൊക്കെ എഴുതി തരുന്നത് വൈഫാണ്. നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ നമ്മൾ കുറെ കാര്യങ്ങൾ പറയുമ്പോഴും എന്തായാലും താങ്കളുടെയൊക്കെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പാട്ടായിരിക്കും. വീണ്ടും ഒരു പാട്ട് കൂടി നമുക്കൊന്ന് കൊടുത്താൽ മധുവർണ്ണ പോവല്ലേ? മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലെങ്കി മാറിയും നോളെ 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 മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലെങ്കി മാറിയും നോളെ
ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ. ഓക്കെ, മോളോട് ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അല്ല ഭരതനാട്യം ഉൾപ്പെടെ എല്ലാ രംഗത്തും കൈവച്ചിട്ടുണ്ട്. ഒപ്പം ഈ അച്ഛൻ നിലവിൽ നമുക്കറിയാം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ട് ഗായകനാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു സ്റ്റാറാണ് അല്ലേ? ഇത് കുട്ടികൾക്കിടയിൽ എങ്ങനെയാണ്? പാപ്പ ഉള്ളില് എന്താ പറയാ, നമ്മളെ വീട്ടിന്റെ ഉള്ളില് ഇടക്കിടക്ക് തമാശ കളിക്കും. എപ്പോഴും ഇങ്ങനെ ഇതല്ല, ചിലപ്പോ വർക്കിന്റെ ആ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതാ. കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കൂട്ടുകാർ സ്കൂളില് കൂട്ടുകാരൊക്കെ ചോദിക്കില്ലേ? ആ പാപ്പ ചോദിക്കും, എന്താ സുഖല്ലേ, എങ്ങനെ എല്ലാരും വന്നാല് എന്താ. അതല്ല ചോദിച്ചത്. ഓക്കെ, പലപ്പോഴായിട്ട് സിനിമയിൽ പാടുക എന്നൊക്കെയുള്ളതാണ്. അപ്പൊ അതിലേക്ക് ശ്രമം നടത്തിയിട്ടുണ്ടോ? സിനിമയിൽ ധാരാളം ശ്രമങ്ങൾ നടത്തിയിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. കാരണം നമ്മൾ ഇനി റെക്കോർഡിങ്ങിന് വിളിക്കും, അല്ലെങ്കിൽ നാളെ വിളിക്കും, നമ്മുടെ ജോക്കറിൽ മോനെ ബാബു എൻ്റെ കളിയായോ എന്ന് ചോദിച്ച പോലെ നമ്മൾ അന്നേരം വിളിച്ച് ചോദിക്കും. പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടാവും ആ സമയം. ഞാൻ പ്രതീക്ഷ വിടാറില്ല, പക്ഷെ അങ്ങനെ അവിടെ എത്താനാകുമ്പോൾ അത് കട്ടാവും. അങ്ങനെയാണ് നിക്കാഹ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു പാട്ട് സീനിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. അത് നല്ലൊരു, കാരണം ആ പാട്ട് അങ്ങനെ സിനിമ നന്നായി ഓടിയില്ലെങ്കിലും ഈ പാട്ട് ഈ ചാനലുകളിൽ വരുമല്ലോ, അപ്പൊ അതിൽ ഡെയിലി കണ്ടിരിക്കുമ്പോ നീ സിനിമയിലുണ്ട്, ഇത് ചങ്ങായിമാർ പറയും നിന്റെ പാട്ട് കണ്ടല്ലോ ചാനല്. ഞാൻ പറഞ്ഞ അതന്നെ. അപ്പൊ ഒരു ചെറിയൊരു മാസം ഓടിച്ചിരിക്കും, അതിൽ മാത്രമേ പാട്ടിൽ. എന്നിരുന്നാലും ഇപ്പൊ താങ്കളെ പോലുള്ള തുറന്നു പറഞ്ഞു അല്ലേ? അല്ല, ഇതിലൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഈ വാക്കുകൾ കേൾക്കുന്ന ശ്രോതാക്കള് ഇപ്പൊ നമ്മളെക്കാളും നന്നായി പാടുന്നവരാണ്. പക്ഷെ അവർക്ക് ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവസരം കിട്ടാത്തതുകൊണ്ടാണ് അവരറിയപ്പെടാത്തത്. ചിലപ്പോൾ നമ്മളൊക്കെ നന്നായി ചില പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടിയ സിംഗർ നമ്മളൊന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തൂല, പക്ഷെ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അതേപോലെ തന്നെയാണ് സിനിമയിൽ ചിലപ്പോൾ നമ്മൾ ചില പാട്ട് കേൾക്കുമ്പോൾ ഇത് സിനിമയിലെ പാട്ടാണോ, ഇതെന്താ ഇങ്ങനെയെന്നുള്ളൂ. പക്ഷെ അങ്ങനെ അവസരങ്ങൾ കിട്ടണം. അതേപോലെ നന്നായി പാടുന്ന എത്ര സിനിമയിൽ പാടാത്ത എത്ര ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും സിനിമയിൽ പാടാൻ അവസരം കിട്ടാത്ത എത്ര നല്ല പാട്ടുകാരുണ്ട്. അവർക്കെല്ലാം അവസരം കിട്ടട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയം, ഈ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ഈ അത്യാവശ്യം കുടിൽ വ്യവസായം പോലെയാണ് നമ്മളിപ്പോൾ സ്റ്റുഡിയോ ഉള്ളത്. എല്ലാവർക്കും അവരവരുടെ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം കലാകാരന്മാരുണ്ട്. അവരുടെ കഷ്ടപ്പാട് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വേറെ ഒരു പ്രോഗ്രാം കൊണ്ട് നടക്കുന്ന കലാകാരന്മാരാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു വേദി ഇല്ലല്ലോ, അതിന് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഈ ഒരുപാട് പാട്ട് ഗായകൻ എന്ന രീതിയിൽ മറ്റു റോളുകളിലേക്ക് ഇപ്പം നിക്കാഹിലെ ഒരു ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു, അതല്ലാതെ ആൽബങ്ങൾ, ഡയറക്ഷൻ, മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ആൽബം ഈ പ്യാർ സജ്ന എന്ന ആൽബത്തിൽ ടോട്ടൽ അഭിനയിച്ച ഞാൻ തന്നെയാണ്. അതിൽ അതൊരു കല്യാണത്തിന് അതിലൊക്കെ ഉണ്ട്. കവിളിലെ നാണം വിൽക്കുന്നോളെ കവിളിലെ നാണം കാട്ടാത്തോളെ. ഈ പാട്ട് അതിൻ്റെ ഒറിജിനൽ പാട്ട് കൗബയിൽ നിന്നൊരു സുന്ദര ഗാനം കരളുകളിൽ. ഈ പാട്ടാണ്. ഈ ടൂണ് കേട്ടു നിങ്ങൾ? കൗബയിൽ നിന്ന് അരിപ്പോ തിരിപ്പോ. ഈ പാട്ടാണ് അരിപ്പോ തിരിപ്പായിട്ട് വന്നത്. ഈ ടൂണാണ് അരിപ്പോ തിരിപ്പായിട്ട് വന്നത്. അതിന്റെ മ്യൂസിക് ചെയ്തത് ഞാനാണ്. ഈ കൗബയിൽ നിന്ന് പറഞ്ഞ പാട്ടിന്റെ മ്യൂസിക് ചെയ്ത ആളാണ് ഞാൻ. ഒപ്പം ഇപ്പോഴും എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു താങ്കളുടെ കാര്യങ്ങളിൽ? നമ്മുടെ അല്ല, നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞുകൂടാം. പക്ഷെ ഇങ്ങനെ പോയാൽ ഈ നമ്മുടെ ഈ ഒരു പിന്നെ കലാ ഫീൽഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പോകുന്നത്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നേടിയെടുക്കാമെന്ന് പറ്റുള്ളൂ. പക്ഷെ നമ്മളൊരു പ്രതീക്ഷകളോ അതിനൊത്ത് ഉയരാനോ നമുക്ക് ഒന്ന് ക്രിയേഷൻ ചെയ്യാനോ നമുക്ക് പറ്റില്ല. ഓക്കെ, ഈ നമ്മുടെ ഈ കുറേ കാലങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ ഷോ ആയാലും അല്ലെങ്കിൽ മറ്റ് ഗൾഫ് ഷോ ആയാലും ഒക്കെ ഒരുപാട് നിറഞ്ഞു നിന്ന ഒരാളെന്ന രീതിയിൽ ഇതിനിടയിൽ നമ്മുടെ ഒരു ഏറെ സന്തോഷം തോന്നിയ ഏതെങ്കിലും സംഭവം നമുക്ക് പങ്കുവെച്ചാൽ? അല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു നടൻ എന്ന് പറയുന്നത് മമ്മൂക്കയാണ്.
മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇനിയിപ്പോൾ മുടിയെല്ലാം വരുമ്പോൾ അങ്ങോട്ടും മുടി ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് വലിയൊരു ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്റ്റേജെങ്കിലും ഒന്ന് നിൽക്കണം എന്നുള്ളൊരു ആശ ഉണ്ടായിരുന്നു. അത് സാധിച്ചപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയല്ലോ. ഞാൻ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് കിട്ടാറില്ലല്ലോ. ഞാൻ അന്ന് ആഗ്രഹിച്ചൊരു സംഭവം അത് എനിക്ക് ഇന്ന് കിട്ടിയല്ലോ. അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. മറ്റൊന്ന് അതേപോലെ നമ്മുടെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ചില സംഭവങ്ങൾ നമ്മുടെ വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഗാനമേളക്ക് ചിലപ്പോൾ 24 പാട്ട് അല്ലെങ്കിൽ 21 പാട്ട് അങ്ങനെയൊക്കെയാണ് ഒരു ഗാനമേളക്ക് ഉണ്ടാവും. അന്ന് ചിലപ്പോൾ എൻ്റെത് 24ാമത്തെ പാട്ടായിരിക്കും. 21 പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഗാനമേള തീരും. നമ്മളെ സുഹൃത്തുക്കളോട് നമ്മൾ പറയുമല്ലോ, ഇത് ഇന്ന് പരിപാടി ഉണ്ട്, ഇവിടെ കണ്ടുവച്ചാൽ പറയും ഇന്ന് കാസർഗോഡ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പരിപാടി ഉണ്ട്, അവിടെ വന്ന് നമുക്ക് എൻ്റെ പാട്ട് കേൾക്കാമെന്ന് പറയും. ഈ ആൾക്കാർ ഇവിടുന്ന് 4-5 ആളൊക്കെ വന്നു, അടുത്ത ആൾ വരും ഇവിടെ. അപ്പം ഞാൻ ഈ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ചിലപ്പോൾ അടുത്തായിരിക്കും പോയേക്കല്ലേ 21 പാട്ടാകുമ്പോൾ സമയം ഓവറായി, പോലീസ് നിർത്താൻ പറഞ്ഞിരുന്നു, ഗാനമേള നിർത്തുകയാണ്. അന്നേരം നമ്മളൊരു വല്ലാത്തൊരു വിങ്ങലുണ്ട്. അങ്ങനെ ധാരാളം സ്റ്റേജുകളിൽ ധാരാളം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സെലിബ്രിറ്റികൾ വന്ന് അവർ പാടി പോകുമ്പോൾ ചിലപ്പം ഒരാൾ നിന്നിടത്ത് 2 പാട്ടൊക്കെ പാടി കളയും. അപ്പോൾ ഈ കണക്കൊക്കെ തെറ്റി. അപ്പോൾ നമ്മൾ 24ാമത്തെ പാട്ട് 21 തീർന്നു. അങ്ങനെയൊക്കെ വന്ന കുറേ സങ്കടങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു പ്രതീക്ഷ ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് വരും. ഈ ഘട്ടത്തിൽ ഇപ്പൊ ഇത്രയും താങ്കൾ കടന്നു വന്ന വഴികളെ കുറിച്ച് ഒരു ചിത്രം നമുക്ക് കിട്ടി. ഇതുപോലെ പല കലാകാരന്മാരും നമ്മൾ ഈ പറഞ്ഞതുപോലെ അവസരം കിട്ടാതെ പോകുന്നു. അവരോട് അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരോട് താങ്കൾക്ക് സൂചിപ്പിക്കാനുള്ളത്? ഇന്നിപ്പോ സൂചിപ്പിക്കാനില്ല എന്നറിയോ, ഇന്ന് അവസരങ്ങള് ഒരു മൊബൈലും ഒരു നെറ്റും ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ആക്കിയിട്ട് നമ്മൾക്ക് എന്താണ് കഴിവുള്ളത്. ഇപ്പോൾ ഓരോ കുട്ടികളൊക്കെ കഴിവുകൾ കാണുമ്പോൾ യൂട്യൂബ് ചാനലാവട്ടെ ഇൻസ്റ്റാഗ്രാം എങ്ങനെ പോയാലും അവരുടെ കഴിവുകൾ അവർ പുറത്തെടുക്കുന്നുണ്ട്. ചെറിയ കുട്ടി പോലും ജനിച്ചിട്ട് ഒരു വയസ്സാകുന്നതിന് മുമ്പിലുള്ള കുട്ടികൾ പോലും ഹിറ്റാകുന്ന ഒരു കാലഘട്ടമാണ്. ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ശരിയാവില്ല ഞാൻ പറയുന്നത്. പരമാവധി യൂസ് ചെയ്യാം. അതായത് നമ്മളെ ആ ടച്ചെല്ലാം നമ്മൾ വിടേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഇപ്പൊ എടുത്തിട്ട് ഇങ്ങനെ ആക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടക്കായിട്ട് അവർ നീങ്ങിയാൽ അവരെല്ലാവരും വിജയിക്കും. ഇവരോടും പറയുന്നത് തന്നെയാണ്. ഇവരെ ഞാൻ പരമാവധി എല്ലാത്തിലും ഞാൻ പറയാം നല്ലത് കുറേ ഉണ്ടാവും, അതിന് നല്ലത് നോക്കിയെടുക്കുക. നല്ലത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ആ നല്ലതിൽ ഏതെങ്കിലും ഒന്ന് കുറേ പഴകി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നല്ലത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പാട്ടുകൾ സെലക്ട് ചെയ്തായാലും എന്ത് സ്റ്റേജ് പ്രോഗ്രാം ആയാലും ഞാൻ അങ്ങനെയുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പരിപാടിക്ക് ഇവരെ കൊണ്ടുപോകാറുള്ളൂ. അല്ലാതെ ഒന്നിച്ചിട്ട് പലപ്പോഴായിട്ട് വേദികൾ പങ്കിട്ടില്ലേ ഗൾഫ്? ഇത് നമ്മുടെ പിന്നെ ദുബായിൽ സമദ് കടമേരി എന്ന് പറയുന്നത്. സമദ് കടമേരിയാണ് പിന്നെ ഇപ്പം ലാസ്റ്റ് കൊണ്ടുപോയത്. ആദ്യം ഞങ്ങളെ മക്കളെ കൊണ്ടുപോയത് ഷഫീഖ് തളിപ്പറമ്പ് എന്ന് പറയുന്ന അവിടുത്തെ പ്രൊഡ്യൂസറാണ്. തളിപ്പറമ്പാണ് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ അതായത് ഫുൾ ചെലവ് ഞങ്ങളുടെ ഫാമിലിനടക്കം വയറിനടക്കം കൊണ്ടുപോയി നമ്മൾക്ക് ഒരു പ്രോഗ്രാം ഇവർക്ക് ചെയ്യാൻ പറ്റും തെളിയിച്ചത് അദ്ദേഹമായിരുന്നു. പിന്നീടാണ് സമദ്, അതേപോലെ അവിടെയുള്ള ഒരു പിന്നെ അബുദാബിയിലുള്ള മജീദ് ക, മുജീബ് ക, കെനിൽ ദാസ്, ഇവരൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ധാരാളം ആളുണ്ട്. പക്ഷെ ഒരു പക്ഷേ മനസ്സിലേറെ അല്ലേ കിട്ടിയ ഒരു സന്തോഷമായിരിക്കില്ല തന്റെ മക്കളോട്. മക്കൾ എന്ന് പറയുന്നത് വൈഫ് ഏതായാലും പാടില്ല, പക്ഷെ വൈഫിനെയും കൂടി കൊണ്ടുവരാനുള്ള കൊണ്ടുവന്നോ എന്ന് പറയണമെന്നെങ്കിൽ അത് നമ്മളോടുള്ള ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ പാട്ടിനോടുള്ള ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഈ കലയോടുള്ള ഒരു ഇഷ്ടമാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ നമ്മളൊരു സന്തോഷിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ വൈഫ് കഴിച്ചില്ലല്ലോ അല്ലെങ്കിൽ മക്കൾ കഴിച്ചില്ല, അത് നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷം. ഇവർക്ക് ഈ ലോക്ക്ഡൌണിന് മുമ്പ് അവസരങ്ങൾ വന്നതായിരുന്നു. ഞാൻ നല്ലോണം താണു കൊടുത്താൽ ഇവര് എന്റെ തലയിൽ കയറും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പകുതിക്ക് ഞാൻ ഒരു മമ്മൂട്ടിയാവും, വീട്ടിൽ കുഞ്ഞുട്ടിയാവും. ഇവരുടെ നിലവിലുള്ള പഠനവും കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് പാട്ട് മാത്രമല്ല കയ്യിലുള്ളത്. ഇപ്പൊ എന്റെ പ്രോഗ്രാമിൽ ഇപ്പോ നമ്മുടെ ഓർക്കസ്ട്ര ചെയ്യുന്ന നമ്മളെ കമറുദ്ദീൻ കിച്ചേരി, സന്തോഷ് ഏട്ടൻ, അവരുടെ ടീമിൽ ഡ്രമ്മും കൊണ്ട് പോവാറുണ്ട്. അതേപോലെ ഇക്ബാൽ കണ്ണൂർ, ഷമീർ തലശ്ശേരി, അവരെ ഇതിലും സഹ്റാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പ്രായത്തിലെ എനിക്കൊരു 6 വയസ്സ് മുതലേ എനിക്ക് 5 വയസ്സ് മുതൽ ഞാൻ തെറ്റുപോയി, സോറി. അപ്പോൾ 5 വയസ്സ് മുതലേ ഇവരെന്ത് ചെയ്യും, അത്
പ്രോഗ്രാമിന് വായിച്ചിട്ട് എനിക്ക് പൈസ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. ഓ വെരി ഗുഡ്. അപ്പൊ ഇതില് വലിയ അഭിമാനം എന്താണ്, ഇവള് നാലാം വയസ്സിലാണ് എന്റെ കൂടെ ഗൾഫിലേക്ക് വന്നത്. ഇത് ഷെഫീഖാണ് ഞാൻ പറഞ്ഞത്, ഷെഫീഖാണ് കൊണ്ടുവന്നത്. 4ാം വയസ്സിലാണ്. 4ാം വയസ്സിൽ എനിക്ക് പൈസ തരുന്ന വാപ്പ പേടിക്കണ്ട, വാപ്പാക്ക് സുഖയുടെ പ്രശ്നമില്ല, ഞാൻ പാട്ട് പാടിക്കോളാം, ഞാൻ പൈസ ആക്കി തരാം എന്ന് പറയുന്ന മോളാണ്. അപ്പോൾ ഇവര് ഇതിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം, ഇതിലും വലിയ ഭാഗ്യം എന്നാണ് വേണ്ടത്. അതേപോലെ എൻ്റെ A to Z ഞാനൊന്നും ഈ വർക്ക് എന്നാണ് എൻ്റെ വർക്ക് തന്നെയാണ്, അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ A to Z കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വൈഫാണ്. പിന്നെന്താണ് നമ്മൾ ഇല്ലെന്ന് അവർ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണ്. അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഈ കാര്യത്തിൽ. കുടുംബപരമായിട്ട് വളരെ സന്തോഷവാനാണ്. നമ്മുടെ അന്ന് അദ്ദേഹമൊക്കെ പാട്ട് രംഗത്ത് മാപ്പിളപ്പാട്ട് പാടി വന്ന് നമ്മുടെ കല്യാണപ്പുരകളിൽ അല്ലേ, ആ സമയത്ത് പാട്ട് പാടിയിട്ടായിരുന്നു ഈ രംഗത്തേക്ക് വന്നിരുന്നത്. അതെ, ഇന്നത് മാറി അല്ലേ, നമ്മുടെ എല്ലാ ഷോകളിലും മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ അതിനൊരു സ്വീകാര്യത വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റത്തിലേക്ക് അതായത് ഈ പട്രോമാല് ശരിക്കും ഇതിനൊരു പ്രധാന ഭാഗം തന്നെയാണ്. കാരണം ആദ്യമൊക്കെ പാടുമ്പോൾ ചില സിനിമാ പാട്ടുകൾ, അത് കഴിഞ്ഞ പിന്നെ ആൽബ പാട്ടുകൾ, ഇതൊക്കെ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ അംഗീകരിക്കുക വളരെ കുറവായിരുന്നു ഇതിൽ. പക്ഷെ പട്രോമാല് വന്നപ്പം മാപ്പിളപ്പാട്ട് കൂടുതലും സിനിമ പാട്ട് 1, 2 ആയ സ്റ്റേജുകൾ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മൂസക്ക എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിന് പ്രധാനമായിട്ട് ഒരു പങ്ക് വഹിച്ച ഒരാളാണ്. ഇത് നിലനിർത്താൻ വേണ്ടി അത്ര കഷ്ടപ്പാട്. എൻ്റെ കല്യാണത്തിന് അതായത് പിന്നെ അസീസ്ക എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അസീസ്ഖാന് അബ്ദുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ വരണം എന്ന് പറഞ്ഞു. ഞാനൊന്നും അങ്ങനെ കല്യാണത്തിന് അങ്ങനെ പോകാറില്ല, എന്തിനാ ഇപ്പോൾ കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് അന്ന് രാവിലെ എത്തിയത് മൂസക്കയാണ്. മൂസക്കി MA ഗഫൂർക്കി. അവർ രണ്ടാളും വന്ന് എന്താ പറയുക, നമ്മളെ സ്റ്റേജിലും പ്രോഗ്രാം ഇങ്ങനെ തകിടം മറിച്ച ആൾക്കാരാണ്. അത്രയും ഭംഗിയാക്കിയത്. അത് മൂസക്കൊക്കെ വന്നപ്പോൾ എൻ്റെ കല്യാണം ഒന്ന് ഹൈലൈറ്റ് ആയി. തീർച്ചയായിട്ടും നമ്മുടെ താരാണല്ലേ ഈ രംഗത്തുള്ള. അങ്ങനെ ചൂട് വെച്ച് വരുന്ന സംഭവമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ മൂസക്ക വന്നപ്പോൾ അപ്പോൾ എല്ലാവരും പറഞ്ഞു മൂസക്കാലം വന്ന ഒരു കല്യാണമായിരുന്നു പറഞ്ഞത്. അതൊക്കെ വലിയൊരു അംഗീകാരം തന്നെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയമാണ്, ഇതും കടന്നു പോകും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രംഗത്ത് ഈ സമയങ്ങളിൽ താങ്കൾ ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ചില ഇതുണ്ട്, നമ്മുടെ ഈ പിറന്നാൾ പാട്ടുകൾ കാര്യങ്ങൾ അല്ലേ, അതിനെ കുറിച്ച് ആ ഇത്തരം വർക്കുകളെ കുറിച്ച്. അതിപ്പോൾ ഞാൻ നേരത്തെ പാടി തന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലിൻ്റെ അത് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മളിവിടെ കാസർഗോഡ് ജില്ലയിലെ പ്രധാന ഒരു ആഘോഷങ്ങളിൽ അതിൽ പാട്ട് മസ്റ്റാണ്. ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അവിടെ പാട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഞാൻ അസീസ്താൻ്റെ അടുത്തുള്ള കോണ്ടാക്ട് മുതൽ ഇപ്പോഴുള്ള പുതിയ കോണ്ടാക്ട്സ് ഇവരൊക്കെ വെച്ച് ധാരാളം പാട്ടുകളാണ് നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് മോൾക്കും മോനും ധാരാളം പാട്ടുകൾ വരാറുണ്ട്. എന്നെ പോലെ തന്നെ ഇവർക്കും കിട്ടാറുണ്ട്. അപ്പം കിട്ടുന്ന ഗ്യാപ്പുകളിലൊക്കെ ഇവർ പഠനം മുടങ്ങാതെ ഇവർ പാട്ടുകളൊക്കെ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് അവർ ഫ്രീ ആകുമ്പോൾ വന്ന് അവർ പാടിയിട്ട് അവരെ ഉമ്മേൻ്റെ കൂടെ പോകും. അപ്പോൾ പാട്ടെന്ന് എഴുതാനുണ്ടെങ്കിൽ വൈഫും സപ്പോർട്ടൊക്കെ ചെയ്ത് പിന്നെ ഞാനത് മിക്സ് ചെയ്യുന്നവരെ പിന്നെ ഞാനുണ്ടാവും, ഇവിടെ തനിച്ചുണ്ടാവും. അങ്ങനെയാണ്. പിന്നെ പുറത്തിലൊരു സിംഗേഴ്സ് വന്ന് പാടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് നമ്മുടെ അഷ്റഫ് പയ്യന്നൂരിൻ്റെ മകനാണ്. അതായത് അഷ്റഫ് പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ പാടി ബിലാൽ, കത്തുന്ന കർബല, കദളിപ്പൂ, ബീബി ഖദീജ, അജ്മീർ ജാനവാലെ തുടങ്ങിയ എല്ലാ കോൽക്കളിപ്പാട്ടിൻ്റെ രാജകുമാരനായ അഷ്റഫ് പയ്യന്നൂരിൻ്റെ മോൻ ഫാസിൽ ചെറുത്തൂരാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കുകൾ അത് നമ്മൾ ഒരു പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ ഇപ്പോഴും പാട്ടുകൾ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ടിലേക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേദി ഇവിടെ ചെയ്തതും അതിനു വേണ്ടിയാണ്. ഞാൻ വീട്ടിൽ പോയി. പിന്നെ അതുകൂടാണ്ട് തൻസീറിൻ്റെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് മുമ്പിലെ തൻസീർ അത് ചിന്തിച്ചു കളയും. എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് വർക്ക്. ഇപ്പോൾ ഇവർക്ക് കഴിവുണ്ടെന്ന് ശരിക്കും കണ്ടെത്തിയത് തൻസീറാണ്. പാട്ടുകൾ കൊടുത്തിട്ട് ആൽബത്തിലൊക്കെ തൻസീറിൻ്റെ ആൽബങ്ങളിലൊക്കെ ഇവർക്ക് കൊടുത്തപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തൻസീറിനോട് പ്രത്യേക ഒരു ഇഷ്ടം എനിക്ക് ഈ ഫീൽഡിൽ. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അവൻ ചെയ്തതുകൊണ്ട് എൻ്റെ മക്കളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തൻസീർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. അതിന് സപ്പോർട്ട് ചെയ്തത് ശരിക്കും താജുക്കയാണ്. നമ്മളെ താജുക്ക, നിസാം തളിപ്പറമ്പ്, സിഫ്രാന്റെ ഉപ്പ. സിഫ്രാൻ എന്നെല്ലാം പറഞ്ഞാൽ ഇവരെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. അതായത് കണ്ണൂർ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന പറയും സിഫ്രാൻ എടുത്ത് പോവാന്ന് പറയും. അപ്പൊ ഞാൻ പറയും അപ്പൊ അവിടെ പൂച്ചയുണ്ട്, സിഫ്രാൻ്റെ അടുത്ത് കുറെ പൂച്ചകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ സിഫ്രാൻ എന്താക്കണം,
ഇവരവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും വേണ്ട, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെല്ലാം തന്നെയാണ് സന്തോഷം. അതും നമ്മൾ പറഞ്ഞ പോലെ തൻസീറിനെ പറഞ്ഞ പോലെ ഒരു അനിയനാണ് നിസാം. എന്തുണ്ടെങ്കിലും നമ്മൾ തുറന്നു പറയും. അഥവാ പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന ഒരു ബന്ധമാണ് നിസാം തളിപ്പറമ്പ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഏകദേശം ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ അടുത്തെല്ലാം നിസാം ഉണ്ടാവും. അത് നമ്മുടെ ആ ഒരു ഐക്യം തന്നെയാണ്. ഇപ്പം ഈ കുഞ്ഞുമകളെ കല്യാണത്തിൽ ഈ ടീം തന്നെ ഒരു കുടുംബം മാതിരി തന്നെ ആയി. എന്നടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്, തൻസീർ നിങ്ങളുടെ അനിയനാണോ, പിന്നെ ഇത് താജൂക്ക ശരിക്കും പറഞ്ഞ ആരാണ് നിങ്ങൾ, അത് എന്നൊക്കെ അത് ഒറിജിനാലിറ്റി തോന്നിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ ഇവർക്ക് അവസരം കിട്ടിയപ്പോൾ ഇത് ഇന്ന ആളാന്ന്, ഇതായത് കുട്ടി എൻ്റെ അടുത്ത് അന്വേഷിച്ചിട്ട് ധാരാളം ഇവരന്വേഷിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഭാഗ്യമാണ്. ഇപ്പൊ ഈ ഒരു മീഡിയ ഈ യൂട്യൂബ് ചാനൽ വന്നത് മുതൽ ഇപ്പോഴത്തെ എല്ലാ കലാകാരന്മാർക്കും അതേപോലെ ഇനി വളർന്നു വരുന്നവരൊക്കെ എല്ലാവരും ഇപ്പം നമുക്ക് ഒരു സാധാ താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു കലാകാരൻ നമുക്കറിയില്ല. പക്ഷെ ഇപ്പം അറിയാൻ പറ്റും. അത് യൂട്യൂബിൽ എങ്ങനെയെങ്കിലും ആയിട്ട് ഒരു മൊബൈലിലെങ്കിലും അത് എന്തെങ്കിലും ഒരു വീഡിയോസ് ഒന്നും വരും. അപ്പം നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എല്ലാവരും എങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പാട്ടുകാർ. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകാരില്ല, പണ്ടത്തെ പാട്ടുകാർ എന്ന് പറഞ്ഞാൽ അധികം സംഗീതം ഒന്നും പഠിച്ചു നോക്കില്ല. അന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഓടുന്ന ഓട്ടത്തിലെ പാട്ടായിരിക്കും. പക്ഷെ ഇപ്പോഴെല്ലാവരും സംഗീതം പഠിച്ച് ഇപ്പോഴത്തെ കുട്ടികളെ പാട്ട് കേട്ടാലും ഒരു രക്ഷയില്ല. കാരണം തന്നെ അവരുടെ ഒരു ഏജായി വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവരെ ഇത്. അത് അങ്ങനെ വരട്ടെ, നന്നായി വരട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മുടെ ഈ താൽ ബോയ്സിന്റെ, താങ്കൾ ഈ മേഖലയിലെ ആൽബങ്ങളായാലും മാപ്പിളകളൊക്കെ കാണുന്നതാണ്. ഈ താൽ ബോയ്സിന്റെ മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്താണ്? അതായത് പിന്നെ ഈ പാട്ടുകളൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഒന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന പാട്ടുകളിൽ ധാരാളം പാട്ടുകൾ തൻസീറിൻ്റെ ടൂണുകൾ ആവശ്യപ്പെട്ട് വരാറുണ്ട്. ഇപ്പോൾ ഓളെ കാണാൻ ചേലാണ് ഇങ്ങനെയുള്ള കുറച്ച് പാട്ട്, പിന്നെ അറബിക്കഥയിലെ ജിന്ന് കണ്ടേ, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മുടെ അന്വേഷിച്ച് വരുന്നത് അത് പുതിയ തലമുറ അത് സ്വീകരിച്ചു എന്നുള്ള തെളിവാണ്. ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകളാണ്. പക്ഷേ ഇതിൻ്റെ നേരെ പകുതി തന്നെ നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ ആൾക്കാരുണ്ട്. ട്രഡീഷണൽ മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെന്താണ് ചോയ്സ്, അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കൊടുക്കും. അപ്പം നമുക്ക് അടുത്ത വർക്ക് കിട്ടും. അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നേടിക്കൊടുത്തു. അതിന് പഴയ പാട്ടാണെങ്കിൽ പഴയ പാട്ട് നമ്മളെ കയ്യിലുണ്ട്. പുതിയ പാട്ടാണെങ്കിൽ അത്തു പാടേണ്ടതാണ് ഞാൻ മോളെ കൊണ്ടു കൊടുക്കും, മോള് പാടേണ്ടതാണ് ഞാൻ പാടും, മോളിനെ ഇങ്ങനെയാണ് നമ്മൾ. അതെന്തായാലും അതൊരു വിജയത്തിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മളത്. ഓക്കെ. കൺ തേടിയതോ കാത്തിരുന്ന എൻ കാതലനോ കൺகளுக்குள் தென்றலிதோ பார்த்ததுன்மை மின்சாரம் இதோ என் செல்ல கண்ணனே என் கண்ணின் மணியே நீ காட்டும் கோபம் காதல் இன்று உன்னை கட்டி அழைக்க ஒரு முத்தம் கொடுக்க என் நெஞ்சம் தவிக்க. അയ്യോ പണിപാളിയോ രാരിരാരം പാടിയോർക്കാൻ ആരുമില്ലല്ലോ. അയ്യോ പണിപാളിലോ രാരിരാരം പാടിയോർക്കാൻ ആരുമില്ലല്ലോ. എനിക്ക് രാരിരാരം പാടില്ല, മുറിയിൽ തനിച്ചെരുവില്ല, എണ്ണ അടച്ചാലുറക്കം വരുന്നില്ല, രാത്രി എന്നാലേ ശബ്ദം നല്ല പോലെ പോയിട്ടുണ്ട്. അപ്പൊ എന്നോട് ഉച്ചക്ക് പറഞ്ഞു, പിന്നെ തൻസീർക്കാക്ക വരുവോ, വരുന്നുണ്ടെങ്കിൽ ഞാൻ അന്നവിടെ വരാം, ഞാൻ പാടുന്നില്ല, എനിക്ക് തീരെ ശബ്ദം വരുന്നില്ല. ഇപ്പോ ആവിയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പറഞ്ഞു പാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് പാടണം, പക്ഷെ ഇത് എന്താ അറിയില്ല, ആവേശത്തിൽ പാടില്ല. താങ്കളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരുപാട് പാട്ടുകൾ പാടി, പലപ്പോഴും ചില പാട്ടുകൾ നമ്മുടെ പല ഷോകളിലും വീണ്ടും പിടിച്ചു വെച്ചിട്ടുണ്ടാകും, വീണ്ടും താങ്കളോട് തന്നെ പാടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ മനസ്സറിഞ്ഞ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എല്ലാ പാട്ടും ഇഷ്ടമായിരിക്കും, എന്നാലും അതിലൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും താങ്കൾ പാടിയതിലെ? മാപ്പിളപ്പാട്ടിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് മാപ്പിളപ്പാട്ട് ധാരാളം പാട്ടുകളുണ്ട്. നമുക്ക് സ്റ്റേജിൽ ഇങ്ങനെ മറഞ്ഞു പോകുന്ന പാട്ടുകളുണ്ട്, അത് മനസ്സിൽ സ്ഥായിയായി നിൽക്കുന്ന പാട്ടുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ ഫസ്റ്റ് പാടിയില്ല, മധുവർണ്ണ പൂവല്ലേ എന്ന പാട്ട്. ഈ പാട്ട് ഏത് വേദിയിലെത്തിയാലും നമ്മോട് പാടാൻ പറയും. ഈ പാട്ടിൽ എന്താ ഉള്ളതെന്നൊന്നും അറിയുന്നില്ല, പക്ഷേ ജനങ്ങൾക്ക് ഈ ഒരു പാട്ട് ഏതൊരു വേദിയിൽ പാടാൻ പറഞ്ഞാൽ പാടാം.
ജനങ്ങൾ പറയുന്ന പറഞ്ഞാല് മധു പറഞ്ഞാൽ പോവല്ലേ, അത് എന്താണ് ആ പാട്ടിന് അറിയില്ല. പക്ഷെ അത് അസാധ്യ പാട്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാല് ഒരു എല്ലാ വേദികളും അംഗീകരിക്കണം ഒരു പാട്ട്. ഇപ്പൊ എന്തൊരു സിനിമ പാട്ടിന്റെ വേദിയായാലും അവർ പാടുമ്പോൾ അത് ഫസ്റ്റത്തെ മധു പറഞ്ഞാൽ പോവാണ്. അങ്ങനെ ഒരു ആ പാട്ടെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഓക്കെ, ഒരു പാട്ട് കൂടി താങ്കൾ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. അല്ലാഹുവേ നീ അലിവുള്ളവനല്ലേ, ഹൃദയത്തിലെന്നും നിന്നോർമ്മയല്ലേ. അല്ലാഹുവേ നീ അലിവുള്ളവനല്ലേ, ഹൃദയത്തിലെന്നും നിന്നോർമ്മയല്ലേ. യാ റാഹിമേ വിങ്ങും മനസ്സിൻ്റെ വിളി കേൾക്കുന്നോനെ, അൽഹംദുലില്ലാ തമ്പുരാനെ, സർവസ്തുതിയും നിനക്കാണ് കോനെ. അല്ലാഹുവേ നീ അലിവുള്ളവനല്ലേ, ഹൃദയത്തിലെന്നും നിന്നോർമ്മയല്ലേ. എന്തായാലും നമ്മുടെ വലിയൊരു സമയമാണ് താങ്കൾ നമ്മുടെ താൽ ബോയ്സ് ടോക്കിന് തന്നിരിക്കുന്നത്. ഈ നിറഞ്ഞ ഒരു സാന്നിധ്യമുണ്ട് താങ്കളെ സംബന്ധിച്ചിടത്തോളം മാപ്പിളപ്പാട്ടിൽ. അത് തുടർന്ന് പോവട്ടെ. ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറും, വീണ്ടും തുടർന്ന് ഒരുപാട് വിജയങ്ങൾ ഇനിയും കൊഴിയാൻ സാധിക്കട്ടെ. ഒപ്പം മക്കൾക്കും താങ്കൾ പോലീസ് ഈ രംഗത്ത് സജീവമാവാൻ കഴിയട്ടെ എന്നും ഈ ഒത്തുകൂടിയതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഓക്കെ.